ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ ഒരു അപ്രതീക്ഷിത നടപടി, അല്ലെങ്കിൽ അടൂർ പ്രകാശ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റ തോഴനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു: അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബഡ ദോസ്തുക്കൾ തന്നെ. അതിലുപരി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കൃത്യമായിട്ടുള്ള ബന്ധം അത് അടൂർ പ്രകാശിനുണ്ടോ എന്നുള്ള സംശയം ഇരട്ടിക്കുകയാണ്. എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? താങ്കളുടെ മറുപടി നൽകിയതിൽ അവർക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചാനലില് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണങ്ങൾ ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി SIT കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധു വഴിയാണോ? അതല്ല, അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. അടൂർ പ്രകാശിന്റെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ? അടൂർ പ്രകാശ് ഭയന്നിരിക്കുന്നു. അടൂർ പ്രകാശിനെ SIT വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിന് ശേഷവും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എത്രത്തോളം ഭയപ്പെട്ടാണ് അടൂർ പ്രകാശ് അവിടെ ഇരുന്നതെന്ന ഈ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതിലുപരി മാധ്യമങ്ങൾ കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അടൂർ പ്രകാശിൻ്റെ കണ്ണുകളിൽ അന്ന് ചെയ്ത കള്ളത്തരങ്ങളുടെ സത്യാവസ്ഥ തെളിയുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്ന മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റത് 8ന്റെ തിരിച്ചടി തന്നെയാണ്. കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ കോൺഗ്രസിലെ മുൻനിര നേതാക്കന്മാർ അടിയറവ് പറയുന്നു എന്നുള്ള ഈ സാഹചര്യം അത് കോൺഗ്രസിനേറ്റ ഇരുട്ടടി തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം ഇടതുപക്ഷത്തിൻ്റെ ചുമരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ച അടൂർ പ്രകാശ് അടങ്ങുന്ന കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാരുടെ നെഞ്ചു പിടയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. കാര്യം, അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഹൈക്കോടതി പറഞ്ഞതുപോലെ SITയുടെ അന്വേഷണം കൃത്യമായ വഴിയിൽ തന്നെയാണ്.